എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ലേബർ ടൈമിൽ ഒരു 4 to 5 സെൻറ്റിമീറ്റേഴ്സ് ഒക്കെ ഡയലറ്റേഷൻ ആവുന്ന സമയത്ത് പെയിൻ റിലീഫിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നമ്മുടെ കേരളത്തിൽ പെയിൻ റിലീഫ് മെത്തേഡ്സ് അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല ഇൻ ലേബർ. പക്ഷേ പുറം രാജ്യങ്ങളിലൊക്കെ ഈവൻ നൗഡേയ്സ് കേരളത്തിലും പെയിൻ റിലീഫ് മെത്തേഡ്സ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലേബർ പ്രോഗ്രസ് ആവുന്ന സമയത്ത് നമുക്കൊരു ത്രിഷോൾഡിനപ്പുറത്തേക്ക് പെയിൻ പോവുകയാണ്, അത് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ ടീമിനോട് ഇൻഫോം ചെയ്യുമ്പോൾ അവർ നമുക്ക് ഇത് പാരസിറ്റമോൾ നമുക്ക് ട്രൈ ചെയ്യാം, പിന്നെ കൊക്കിഡമോൾ തന്നിരുന്നു, എനിക്ക് ഓറമോഫ് തന്നിരുന്നു. ആൻഡ് ഫൈനലി ഒരു 4 to 5 സെൻറ്റിമീറ്റേഴ്സ് ഡയലറ്റേഷൻ ഒക്കെ ആവുന്ന സമയത്ത് എപ്പിഡ്യൂറൽ തന്നിരുന്നു ഇൻ മൈ ഫസ്റ്റ് ഡെലിവറി. അപ്പം ഇതൊക്കെ നമ്മൾ നമ്മുടെ ആൻറ്റിനേറ്റൽ അപ്പോയിൻമെന്റ്സിൽ പ്ലാൻ ചെയ്ത് വെക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മളോട് ചോദിക്കും എന്തൊക്കെ പെയിൻ റിലീഫ് മെത്തേഡ്സ് ആണ്, കാരണം ഇൻ ലേബർ നമ്മൾ പെയിനൊക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക അവത് മൂന്ന് പറയുന്ന അവസ്ഥയാകും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മിഡ് വൈഫ് നമ്മളോട് നേരത്തെ തന്നെ ചോദിക്കും. അപ്പോൾ ഈ എപ്പിഡ്യൂറൽ തരാൻ വേണ്ടിയിട്ട് ഡോക്ടർ കൺസെന്റ് ഒക്കെ തന്നു. അപ്പോൾ കൺസെന്റ് ഞാനപ്പോൾ തന്നെ സൈൻ ചെയ്ത് കൊടുത്തു. എന്താ പറയുക ടിയർഫുൾ ലൈസ് എന്നൊക്കെ പറയുന്ന പോലെ എനിക്കത് കാര്യമായിട്ട് വായിക്കാനൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. സൈൻ ചെയ്യേണ്ട എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. അപ്പം എൻ്റെ ഹസ്ബൻഡ് അതിൽ സൈഡ് എഫക്ട്സ് മാത്രം വായിച്ച് പുള്ളിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിവേ ആളെ കൺവിൻസ് ചെയ്തു. ഡോക്ടേഴ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും, ഇൻക്ലൂഡിങ് അതിൻ്റെ സൈഡ് എഫക്ട്സ് ബെനിഫിറ്റ്സ് എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ആൻഡ് ദ ഫൈനൽ ഡിസിഷൻ ഇസ് വിത്ത് അസ്. നമ്മളാണ് എന്ത് വേണം അല്ലെങ്കിൽ എന്ത് ചൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. എപ്പിഡ്യൂറൽ തരാൻ വേണ്ടിയിട്ട് എന്നെ ഹസ്ബൻഡിൻ്റെ തോളത്തേക്ക് കിടത്തി. അപ്പോൾ ഞാൻ എൻഡനോക്സ് എടുക്കുന്നുണ്ടായിരുന്നു. ഒരു പെയിൻ കൺട്രോൾ ആയി എന്ന് എനിക്ക് തോന്നിയ സമയത്താണ് അവർ എപ്പിഡ്യൂറൽ ഇൻസേർട്ട് ചെയ്തത്, കത്തീറ്റർ ഇൻസേർട്ട് ചെയ്തത്. എനിക്ക് അങ്ങനെ ഒരു പെയിൻ ആയിട്ടോ ഒരു ബുദ്ധിമുട്ടായിട്ടോ ഒന്നും എനിക്ക് തോന്നിയില്ല എൻഡനോക്സ് എടുത്തതുകൊണ്ട്. എന്തോ ചെയ്യുന്നു അത്രേ ഉള്ളൂ. ആ പെയിൻ ത്രിഷോൾഡ് എനിക്ക് ടോളറേറ്റ് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എപ്പിഡ്യൂറൽ തന്നു. ആദ്യത്തെ ഷോട്ട് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഏറെക്കുറെ ഉണ്ടായിരുന്ന ഒരു പെയിൻ എനിക്കൊരു പകുതി ആയതുപോലൊക്കെ ഫീൽ ചെയ്തു. ഞാൻ പെട്ടെന്ന് സെറ്റിൽഡ് ആയി. അത് കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു സൈഡിലേക്ക് തിരിഞ്ഞു കിടന്ന് നീ ഒന്ന് ഉറങ്ങിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കിടന്നുറങ്ങാനുള്ള പുറപ്പാടിലൊക്കെ ആയി. എന്നോട് പറഞ്ഞു ഒരു ഇപ്പം 4 to 5 സെൻറ്റിമീറ്റേഴ്സ് ഡയലറ്റേഷൻ ആയിട്ടുള്ളൂ, എന്തായാലും ഒരു 3 to 4 hours കൂടി എടുക്കുമായിരിക്കും. അപ്പം പെയിനൊക്കെ കുറഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ടയേർഡും ആയിരുന്നു. അപ്പം ഞാൻ ഉറങ്ങാമെന്ന് വിചാരിച്ച് സൈഡിലേക്ക് ചെരിഞ്ഞിടുന്നു. ഹസ്ബൻഡും ഫ്രണ്ടും കൂടെ ഉണ്ട്. ഡോറിൽ അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലായിരിക്കും അതിൻ്റെ ഒരു എന്താ പറയുക റെഗുലേറ്റർ തരിക. അപ്പം എന്നോടൊന്ന് പറഞ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ എവറി 15 to 20 മിനിറ്റ്സിൽ നമുക്കത് പ്രസ് ചെയ്യാം. അപ്പം എന്താ പറയുക, ഈ എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു പെയിൻ സെൻസേഷൻ ഇല്ലാതാവുക എന്നുള്ളൊരു ഇതല്ല കേട്ടോ. നമുക്ക് പെയിൻ അല്ലെങ്കിൽ കൺട്രാക്ഷൻ വരുന്നതൊക്കെ നമുക്കറിയാം, നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പം പക്ഷേ ആ ഒരു പെയിൻ ത്രിഷോൾഡ് നമുക്ക് ടോളറേറ്റ് ചെയ്യാവുന്ന ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക, അതാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ ഒരു എക്സ്പീരിയൻസും അതാണ്. കാരണം എനിക്ക് കൺട്രാക്ഷൻ വരുന്നത് കറക്റ്റായിട്ട് അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഒരു പുഷ് ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ആ പെയിൻ. അപ്പം അത് കഴിഞ്ഞ് എനിക്ക് തന്നെ ഒരു ഫീല് തോന്നി ബേബി ഇറങ്ങി വരുന്നത് പോലെ. 4 hours ഒന്നും എടുത്തില്ല, അതിന് മുമ്പ് തന്നെ ബേബി ഡെലിവറി ആയി. അതിനുശേഷം അവർ ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ എപ്പിഡ്യൂറൽ കത്തീറ്റർ ഇൻസേർട്ട് ചെയ്തിരുന്നത് റിമൂവ് ചെയ്യുകയും ചെയ്തു. അതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഈ ഒരു ഡെലിവറി ദിവസത്തെ പറ്റി സംസാരിക്കുമ്പോഴേക്കും ഭയങ്കര വാചാലമായിട്ട് സംസാരിക്കും. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ മറ്റുള്ളവരെ വെറുപ്പിക്കുകയാണല്ലോ എന്ന്. കാരണം അത്ര കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അതിനെപ്പറ്റി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം എൻ്റെ മൈൻഡിൽ എന്താ പറയുക, ഇന്നലെ കഴിഞ്ഞതുപോലെ ഉള്ളൊരു മെമ്മറിയാണ് എൻ്റെ ഫസ്റ്റ് ലേബർ ഡേ എന്ന് പറയുന്നത്.